ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഒരു ദിവസം ഇങ്ങനെ മദീന അങ്ങാടിയിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ പ്രമുഖനായ സഹാബി അംർ ഇബ്നു ഉമയ്യത്തുൽ അമരി റളിയല്ലാഹു തആല അൻഹുവിനെ അങ്ങാടിയിൽ വെച്ച് കണ്ടു. അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഒരു വസ്ത്രം വിൽക്കുന്ന കടയിൽ ഒരു വസ്ത്രത്തിന് വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്തെടുക്കാണ് ഇവിടെ എന്ന് ചോദിച്ചു. ചോദിക്കാൻ കാരണം അങ്ങാടികൾ എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഭൂമി ലോകത്ത് വെറുപ്പുള്ള സ്ഥലമാണ്. അപ്പൊ ഇത്ര പ്രമുഖനായ സഹാബി ഇങ്ങനെ അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അപ്പൊ അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു മിർത്ത് വാങ്ങാൻ വേണ്ടി വില പേശുകയാണ്. മിർത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തലയിലിടുന്ന പട്ടിന്റെ ഒരു തട്ടമാണ്. അത് വാങ്ങാൻ വേണ്ടി ഞാൻ വില പേശിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്കത് സദക്ക ചെയ്യാനാണ് എന്നും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എന്നാ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയി. പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും ഈ അംർ ഇബ്നു ഉമയ്യയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ആ മിർത്ത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് സദക്ക ചെയ്തു എന്ന് പറഞ്ഞു. ആർക്കാണ് സദക്ക ചെയ്തത്? അംർ ഇബ്നു ഉമയ്യ പറഞ്ഞു, ഞാനത് അല റഫീഖ, ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. സദക്ക ചെയ്തെന്ന് പറഞ്ഞു. ചോദിച്ചു, ആരാണ് നിന്റെ റഫീഖ? കൂട്ടുകാരി ആരാണ്? പറഞ്ഞു, സൗജത്തി, അതെന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയ്ക്കാണ് നിങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാർക്ക് ഇത് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന സദഖയാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ലാ തക്ദിബ അലാ റസൂലില്ല, റസൂലിനെ വേണ്ടി കള്ളം പറയരുത്, റസൂൽ പറയാത്തത് പറഞ്ഞു എന്ന് പറയരുത്. അംർ ഇബ്നു ഉമയ്യ പറഞ്ഞു ഉമറിനോട്, അല്ല റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ഉമയ്യയെ കൂട്ടിക്കൊണ്ട് ആയിഷ ബിയുടെ അടുക്കിലേക്ക് പോവാണ്. റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. പറഞ്ഞു, നീ ആയിഷ ബി അറിയണ്ടോ? ആയിഷ ബിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഭാര്യമാർക്ക് ഇങ്ങനെ വസ്ത്രം വാങ്ങി കൊടുക്കുന്നതൊക്കെ സദഖയാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആയിഷ ബി പറഞ്ഞു, നഅം വല്ലാഹ്, നഅം വല്ലാഹ്, അള്ളാഹുവാണ് സത്യം, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നമ്മൾ സാധാരണ സദഖ എന്ന് മനസ്സിലാക്കുന്നത് പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അതല്ല, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ചെലവിന് കൊടുക്കുന്നത്, നമ്മൾ വസ്ത്രം വാങ്ങി കൊടുക്കുന്നത്, മരുന്ന് വാങ്ങി കൊടുക്കുന്നത്, ഇതൊക്കെ സദഖയാണ്. ഇതൊക്കെ നമ്മുടെ ആദത്തുകളാണ്, നമ്മുടെ ബാധ്യതകളാണ്, സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇതിനെല്ലാം അല്ലാഹു തആല സദഖയുടെ കൂലി തരും. എത്ര സദഖ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിയും? സദഖയുടെ കൂലി തരുന്നത് തന്നെയല്ല, ഇങ്ങനെയാണ് റസൂലുള്ളാഹി പറയുന്നത്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യനൊരു ദീനാർ അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിച്ചു. അപ്പൊ ദീനാറുൻ അൻഫഖ്തഹു അലാ റഖബ, അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു ദീനാർ ചെലവഴിച്ചു. അപ്പൊ ദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, ഒരു ദീനാർ ഒരു സാധുവിനെ സദഖ കൊടുത്തു. നാലാമത്തെ ഒരു ദീനാർ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. 4 ദീനാർ ഒരാൾ ചെലവഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ലമുഹാ അജ്റൻ, ഇതിലേറ്റവും അല്ലാഹു കൂലി തരുന്നത് അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ ഭാര്യയ്ക്ക് ചെലവഴിച്ചിട്ടായിരിക്കും. ഈ 3നേക്കാളും അല്ലാഹു കൂലി തരുന്നത് ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അല്ലാഹു തആല ഇതിനൊക്കെ വലിയ വലിയ സദഖയുടെ കൂലി തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നിയ്യത്ത് നന്നാക്കുക, നമ്മുടെ ഭാര്യ മക്കൾക്ക് വേണ്ടി കഴിയുന്ന സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.